വേദിയിലും സദസ്സിലുമായിരിക്കുന്ന ശ്രേഷ്ഠരായിരിക്കുന്ന ഭാരവാഹികളെ, ദൈവദാസന്മാരെ, ദൈവദാസിമാരെ, എന്നോടാരെങ്കിലും ഈ വാർദ്ധക്യത്തിൽ എന്തിനെങ്കിലും ഭയമുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ഭയപ്പെടുന്നു. എന്തിനെ? സമയത്തെ. ഈ സമയത്തെ എടുത്ത് പെരുമാറിയതിനാൽ ഒരുപാട് കൂരമ്പുകളേറ്റ ഒരു പാപം പിടിച്ച ഒരു സഹോദരിയാണ് ഞാൻ. അതുകൊണ്ട് പറയാനുള്ളത് ഞാൻ വഴിനീള പറഞ്ഞാണ് വരുന്നത്. നല്ല രാത്രി മുഴുവൻ ഇരുന്ന് പറഞ്ഞ് ട്രെയിനിലിരുന്ന് യാത്ര ചെയ്തത്. ഇപ്പോൾ ഇവിടെ ഇരുന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുക. എനിക്ക് നിങ്ങളോട് പറയാൻ പേടിയാണ്. എങ്കിലും ഒന്ന് രണ്ട് വാക്ക് പറഞ്ഞുകൊള്ളട്ടെ. ഞാൻ പറയാൻ ഇങ്ങനെ നമ്മൾ പറയില്ലേ, മോഹത്തെ ഗർഭം ധരിച്ചെന്ന് പറയുന്ന പോലെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചിരുന്നതെല്ലാം നമ്മുടെ ദേശീയ പ്രസിഡൻ്റ് അങ്ങ് പറഞ്ഞു. ഞാൻ ദേശീയ പ്രസിഡൻറ്റിനോട് ഒരു ദിവസം ചില കാര്യങ്ങൾ സൂചിപ്പിച്ച് ഇങ്ങനെ അദ്ദേഹം അങ്ങ് പറഞ്ഞു. എന്തോന്ന് പറയാനാ, എങ്കിലും പറയട്ടെ. എനിക്കൊന്ന് കണ്ണൂർ മുതൽ ഇങ്ങനെ തിരുവനന്തപുരം വരെ പലപ്പോഴും ഈ സുവിശേഷവുമായിട്ടൊക്കെ നടന്നിട്ടുള്ള വ്യക്തിയാണ്. ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞ ഒരു സംഭവം ഉണ്ടായി. ഒരു പാവം പിടിച്ച സിസ്റ്റർ 13ാമത്തെ വയസ്സ് മടത്തിപ്പോയതാണ്. ഈ കത്തോലിക്ക സഭ നിന്നുകൊണ്ട് എനിക്കറിയാം. 13 വയസ്സാകുമ്പോൾ 10ാം ക്ലാസ് കഴിയും പിടിച്ച് നേരെ മഠത്തിലേക്ക് വിടും. മഠത്തിൽ പോയിട്ട് ആ സിസ്റ്റർ 52ാമത്തെ വയസ്സായപ്പോൾ മഠത്തിൽ ചാടിപ്പോന്നു. ചാടിപ്പോയത് ആരും കണ്ടിട്ട് ചാടിപ്പോയതല്ല, കർത്താവായ യേശുക്രിസ്തുവിനെ കണ്ടിട്ട് ചാടിപ്പോയതാണ്. ചാടിപ്പോന്നെങ്കിൽ വന്നു കഴിഞ്ഞപ്പോഴല്ലോ അവർക്ക് പോകാൻ ഒരു ഇടവുമില്ല. ഈ കത്തോലിക്ക സഭയിലെ മറ്റുള്ളവർ എനിക്കറിയത്തില്ല. എൻ്റെയൊക്കെ വീട്ടിൽ പെൺപിള്ളേരെ കെട്ടിച്ച് വിട്ട് കഴിഞ്ഞാൽ പിന്നെ 10 പൈസയും കൊടുക്കത്തില്ല, 1 സെൻറ്റ് മണ്ണും കൊടുക്കത്തില്ല, ഒരവകാശവും കൊടുക്കത്തില്ല. ഈ സിസ്റ്റർമാർക്കും ഇത് തന്നെ, ഒന്നും കൊടുക്കത്തില്ല. അതേസമയം ഒരു അച്ഛനാണെങ്കിലോ അച്ഛന് മരണം വരെ അവിടെ ഷെയർ ഉണ്ടാകും. അങ്ങനെ ഈ സിസ്റ്റർ പാവം ആരുമില്ല. കത്തോലിക്ക സഭയിൽ നിൽക്കുന്ന ഒരു ആങ്ങളയുണ്ട്. ആങ്ങളയുടെ വീട്ടിലെ വേദനയൊക്കെ ഓർത്തിട്ട് ഇവരൊരു ദൈവദാസൻ്റെ ഒരു എന്താ പറയുക, നമ്മൾ ഈ വാടാവ് പോലെ അടുത്ത് താമസിക്കുക. അവിടെ ചെന്ന് ഞാൻ കണ്ട് അവരോട് സംസാരിച്ചപ്പോൾ അവരുടെ ഹൃദയം ഇങ്ങനെ തുളുമ്പെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. വേറെ അതുപോലെ തന്നെ കോതമംഗലത്തുള്ള ഒരു ദൈവദാസൻ്റെ ഭാര്യ ഈ അടുത്തിടെ ഞാൻ പരിചയപ്പെട്ടു. ആ ദൈവദാസൻ്റെ ഭാര്യ കുറച്ചധികം നേരം എന്നോട് സംസാരിച്ചു. അവർക്ക് മക്കളില്ല, ഭർത്താവ് മരിച്ചുപോയി, വീടില്ല, കൂടില്ല, തൊഴിലില്ല. ആങ്ങളയുടെ വീട്ടിൽ ആങ്ങളയുടെ 5-6 പിള്ളേരുടെ മക്കളെയും പേരക്കുട്ടികളെയൊക്കെ ഇങ്ങനെ നോക്കി. അപ്പോൾ എന്നെ ഇന്നലെ വിളിച്ചിട്ട് പറയാം, സിസ്റ്ററെ ഞാൻ ആങ്ങളയുടെ പിള്ളേരുടെ കോരി ഞാൻ മടുത്തു, അവസാനം ഇത് എന്നെ വേദനിപ്പിച്ചു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞപ്പം എനിക്ക് ഭയങ്കര. അതുപോലെ ബീഹാറിൽ ചെന്നപ്പോൾ ഇതുപോലെ ഒരു അമ്മച്ചി വട്ട് പിടിച്ച പോലെ ഓടുക, ഹിന്ദിക്കാരിത്തിയാണ്. ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്കെന്തുകൊണ്ട് ഈ സഹോദരിമാർക്ക് വൃദ്ധസദനം വേണ്ട? വൃദ്ധസദനത്തോട് എനിക്ക് യോജിപ്പൊന്നുമില്ല. എന്തുകൊണ്ട് അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യാവുന്ന ഒരു ഉണ്ടാക്കിക്കൂടാ? കാര്യം ഇവിടെ BCom പഠിച്ച പെൺകിടാങ്ങളുണ്ട്, അതിൽ വിധവകളുണ്ട്, BTech കഴിഞ്ഞവരുണ്ട്, ജോലിക്ക് പോകാത്തവരുണ്ട്, BDS കഴിഞ്ഞിട്ട് ഡോ മാത്രം എഴുതി വെക്കുന്ന എത്രയോ സഹോദരിമാരുണ്ട്. എന്തുകൊണ്ട് നമുക്ക് ഓരോ സ്റ്റേഷനുകളിൽ ഒരു തൊഴിൽ കേന്ദ്രം കണ്ടുപിടിച്ചുകൂടാ? UK അമേരിക്കയിലും ഒക്കെ എന്തുമാത്രം ജോലി സാധ്യതകളാണ്. ഇവിടെ വീടുകളിലിരുന്നും ചെറിയ ചെറിയ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കിയിട്ടൊക്കെ ജോലിക്ക് വേണ്ടി നമുക്ക് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ, അല്ലേ? ഇപ്പം അദ്ദേഹം പറഞ്ഞില്ലേ, ഞങ്ങളുടെ കൊച്ചിയിൽ ഇപ്പം ആരും വീട്ടിൽ കഞ്ഞിയും കറിയും ഒന്നും വെക്കത്തില്ല. രാവിലെ ഭർത്താവ് ഒരു ബൈക്കിന് പോയി 25 അപ്പം വാങ്ങിക്കും, 2 മുട്ടക്കറി വാങ്ങിക്കും. എന്തുകൊണ്ട് നമുക്കിത് വീടുകളിൽ കൊടുത്തുകൂടാ? ഇല്ല, നമുക്കൊരു സ്റ്റേഷൻ ഉണ്ടാക്കി കൊടുത്തുകൂടെ? ഉച്ചയ്ക്ക് 40 രൂപ കൊടുത്ത ഒരു മീൻചാറോട് ഒരു പൊതിച്ചോറ് കിട്ടും. എന്തുകൊണ്ട് നമ്മുടെ കൂട്ടത്തിലുള്ള ആമ്പിള്ളേർക്കൊരു തൊഴിലാകത്തില്ലേ? അത് ചെയ്തുകൂടെ? എനിക്ക് 2 നൈറ്റ് എൻ്റെ മോള് വാങ്ങിച്ചുകൊണ്ട് തന്ന പെരുമ്പാവൂർ മുസ്ലിങ്ങളുടെ ഒരു സ്ഥാപനത്തിൽ ആ മുസ്ലിം സഹോദരിമാർ തയ്ക്കുന്ന റെഡിമെയ്ഡ് അത് കടകളിലൊക്കെ വിൽക്കുന്നെന്നാണ് പറയുന്നത്. നമുക്ക് ചെയ്തുകൂടെ? പറ്റില്ലേ? എന്തുകൊണ്ട് നമുക്കൊരു കോൾ സെൻറ്റർ? എന്തുകൊണ്ട് നമ്മൾ ഈ വീടുകൾക്ക്? ഇന്നലെ ആ സഹോദരി എന്നോട് പറഞ്ഞത് ഇതാ, സിസ്റ്ററെ എന്നെ ആരെങ്കിലും നോക്കാൻ ആക്കി തരാമോ? 30,000 രൂപ കിട്ടുമെന്നേ സർവ്വ ചെലവും കഴിഞ്ഞ്. നമുക്കതിനൊരു സ്റ്റേഷൻ ഉണ്ടാക്കിക്കൂടെ? രജിസ്റ്റേർഡ് സ്റ്റേഷൻ ഉണ്ടാക്കി നമുക്ക് ഇവിടെ വിശ്വസ്തരായി വേണം പോകാൻ. പറ്റില്ലേ? പറ്റും. ഇവിടെ സാധ്യതകൾ ധാരാളം. അലസത, അതായത് നമ്മൾ പറയുന്ന മടിയൻ എന്തോ ആയി തീരുമെന്ന് പറയുന്നുണ്ടല്ലോ സദൃശവാക്യങ്ങളിൽ, ഇല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇതുപോലെയുള്ള പ്രസ്ഥാനം, പ്രത്യേകിച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട, ഞാൻ പറഞ്ഞ ഈ 2004 ഒരു ഇലക്ഷന് നിന്ന് 24 വോട്ടിന് തോറ്റ് UDFിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു കേട്ടോ, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി. 24 വോട്ടിന് തോറ്റു. അത് തോക്കാൻ കാരണം ഞാൻ സുറിയാനി ക്രിസ്തി കത്തോലിക്ക, അവിടെ വേറെ പ്രബലരാ.
വോട്ട് വന്നേ തോറ്റു. അന്ന് ഈ വോട്ട് പിടിക്കാൻ നടന്ന കാലത്ത് എൻ്റെ ഉള്ളിലൊരു വലിയൊരു ആഗ്രഹം ഉണ്ടായി. ആഗ്രഹം ആരോടും പറഞ്ഞില്ല. പ്രകടന പത്രിക ഞാൻ എൻ്റെ ആന്തരിക പത്രികയായിട്ട് തന്നെ കൊണ്ടു നടന്നു. മറ്റൊന്നുമല്ല, ഞാൻ ഓരോ വീട്ടിൽ വോട്ട് ചോദിച്ച് അന്ന് കണ്ടത് കാഴ്ചകൾ, വൃദ്ധരായിരിക്കുന്ന അമ്മമാർ, വൃദ്ധരായിരിക്കുന്ന അപ്പച്ചന്മാർ, ഏകാഗികളായവർ ഒന്നും ചെയ്യാനില്ലാതെ ബീഡിയും വലിച്ചാൽ കൊതിന്നുണയും പറഞ്ഞ് വഴക്കുണ്ടാക്കിയിരിക്കുന്നു. അവർക്കൊരു ഒരു പകൽ വീടുണ്ടാക്കിക്കൂടെ? പകൽ വീടുണ്ടാക്കാമല്ലോ. അപ്പം ഞാൻ അന്ന് ആഗ്രഹിച്ചു, ആരോടും പറഞ്ഞില്ലെങ്കിലും ഇത് ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ കൊണ്ടു നടന്നു. അപ്പോഴാണ് എന്നെ ഈ ഭാരവാഹികൾ, ഈ 8 നില പൊട്ടിയ എന്നെ കൊണ്ടുവന്ന് ഈ ദേശീയ പ്രസിഡൻ്റാക്കി. എൻ്റെ പൊന്നു സഹോദര, ഞാൻ എന്തോന്ന് ചെയ്യാൻ? ഈ പാവം പിടിച്ച് ഞാൻ ആകെ നടക്കുന്നത് ഡൽഹി പോയി, കാശ്മീർ, ബംഗ്ലാദേശിൽ പോയി, ആ പുഴയോരത്ത് പോയിരുന്നു. ഞാൻ ആ വഞ്ചിയുടെ പൊക്കത്ത് കയറിയിരുന്നു, ഹല്ലേലൂയ പറഞ്ഞു, പ്രാർത്ഥിച്ചു. എൻകാൽ മെതിക്കും ദേശമെല്ലാം, ബാക്കി നിങ്ങൾ പറ, എൻ കർത്തനക്ക് സ്വന്തം. അപ്പം ഞാൻ പോയാൽ അവിടെ എൻ്റെ കർത്താവിന് സ്വന്തമാകും. ഇത്രയും പറഞ്ഞു. എൻ്റെ സഹോദരിമാരെ, ഒറ്റക്കെട്ടാവുക. യൂണിറ്റി ഈസ് സ്ട്രെങ്ത്. ഇദ്ദേഹമൊക്കെ പറഞ്ഞതുപോലെ നമ്മളെ മാണി വക്കീലിൻ്റെ വീട്ടിൽ അഡ്രസ്സ് ചോദിക്കാതെ കയറി വന്നിരുന്ന ആളുകളെ ഇപ്പോൾ വീട്ടിൽ വരുന്നില്ല. ജംഗ്ഷനിലുള്ളവരിപ്പോൾ പറയുന്നത് മാണി വക്കീൽ മരിച്ചുപോയി, ആ പ്രാർത്ഥനക്കാരൻ്റെ വീടല്ലേ? അത് പരിഹാസത്തിലാണോ അങ്ങനെയാണോ എനിക്കറിയത്തില്ല. എന്നെയൊക്കെ ഇപ്പോൾ അവിടെ അറിയപ്പെടുന്നത് പ്രാർത്ഥനക്കാരി. നല്ല കാര്യം, എനിക്ക് സന്തോഷമാണ്. അതുകൊണ്ട് ദൈവത്തിന് എല്ലാ മഹത്വവും കരയേറ്റുന്നു. എന്നെ ഇത്രയും നേരം ശ്രദ്ധിച്ച തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടി വീണ്ടും വേഗം വരുവാനിക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ താങ്ക്സ്. ഈ പ്രവർത്തനത്തിലെല്ലാം എൻ്റെ ഹൃദയം നിറഞ്ഞ ദൈവനാമത്തിലുള്ള ആശംസകൾ നേർന്നുകൊള്ളുന്നു. കൂടുതൽ ഇത് ഉയരട്ടെ. താങ്ക് യു വെരി മച്ച്. ഗോഡ് ബ്ലെസ് യു. Thank you, Sister Alice Mani. Next woman